നമ്മൾ ശരിക്കും അയാളെ പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. എത്ര വെറൈറ്റി കൊല കിട്ടിയാലും നീ തൃപ്തിപ്പെടില്ല എന്നുള്ള എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാർ ഒരു ഫ്രീ കുട്ടിയടക്കം നിന്നെ എന്റെ തലയെ കെട്ടി വെച്ച് അന്ന് തുടങ്ങി എന്റെ പവനം. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ? കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത്, ഇയാൾക്ക് എന്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോ ഇയാൾക്ക് മനസ്സിലാകണം. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ എന്ന് പറഞ്ഞ ഞാൻ ഒരു പണിഷ്മെന്റ് പോലെ എന്ന് പറഞ്ഞ ഞാൻ ഒരു പണിഷ്മെന്റ് പോലെ ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ ബോധമില്ലാത്ത സ്ത്രീ. എനിക്ക് മടുത്തു. പക്ഷെ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിച്ചതിന്റെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ്. അതെ, കുടുംബം കലക്കി. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ, തീർത്തു തരാം. നിന്നെ പോലുള്ള അല്പജ്ഞാനികൾ ജീവിച്ചിരിക്കാൻ പാടില്ലടി. വേറൊരാളുടെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പൊ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നോ ഒരാളുടെ കൂടെ പോയി? അല്ല, അത് ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മളെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണത്. ഒന്ന് വേഗം വാരി, സാറിന് പല പല സ്ഥലത്ത് പോയി വാരി കൊടുക്കാനുള്ളതാ. സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. ഇയാളെ വേണ്ടെന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. നടിക്കാനും നടിപ്പിക്കാനും അറിയാവുന്ന ഈ ചരക്കിന്റെ പേര് പതിവ്രത റാവു എന്നായിരുന്നു. ഒരു മഞ്ഞുള്ള രാത്രിയിൽ ഇവൾ എന്റെ കയ്യിൽ വന്ന് പെട്ടു. ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ലില്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ വാക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡില്ല. അതായത് എന്റെ പൊന്നോ വേണ്ട, ഇവൻ എന്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കട്ട് മൈൻഡിലാണ് ഞാൻ. സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിതമല്ല, ജീവിക്കാനല്ല, ഇവനുള്ളൊരു പണിഷ്മെന്റ് പോലെ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അദ്ദേഹം അത് അങ്ങ് ക്ഷമിച്ചോ അങ്ങനെ പോയത്? ആരാ? ഫിറോസ് ഖാൻ. ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സച്ചിനോ, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. എന്റെ ഗതി ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. ഇവളാരാ? ഉർവശിയോ, മേനകയോ, അതോ രംഭയോ, പ്രിയങ്ക ചോപ്രയോ, ടെസ്നി ഖാനോ, ബീന ആന്റണിയോ? ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഇവനെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം, ഒരു വീഡിയോ ആണ്. അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ടുകൊടുത്ത സാധനമാണ്. ഈ തള്ള എന്താണ് പറയുന്നത്? പീഡന കേസിലോ നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയല്ലോ. ഞാൻ മാക്സിമം വേണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല എന്റെ മനസ്സ്. നമ്മൾ പറയത്തില്ല ഏട്ടാ, എന്താ പറയാ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കാന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്കിപ്പോ വേറൊരാളുടെ കൂടെ പോകണമെങ്കിൽ ആ ആളുമായിട്ടൊരു റിലേഷനോ ഒരു അഫയറോ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറെ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് തോന്നും. ഞാനൊരു പാവല്ലേ, എന്നെ കൊണ്ട് അതിനല്ലേ പറ്റൂ. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പം എന്റെ കൊച്ചു പ്രായവുമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും അഞ്ചാറ് വാക്ക് പറഞ്ഞാൽ നമ്മൾ വീണു. രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കാൻ ചെയ്യാം. ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ ലിങ്ക്. നോ യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. അതെ, അങ്ങനെ നിങ്ങൾ അങ്ങനെ പോയെങ്കിൽ വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോ തന്നെ തിരിച്ചു പുള്ളിക്കാരനും കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. പഴഞ്ചൊല്ലോ സിറ്റുവേഷൻ ആയിട്ടൊരു ബന്ധമില്ലല്ലോ. ഈ കൂടെ വന്നയാളോ? അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ പറയുന്നത്? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. എനിക്കിത് വിശ്വസിക്കാമോ? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമാണ്, ധൈര്യമായിട്ട് വിശ്വസിച്ചോ. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ്റെ. നമ്മൾ ശരിക്കും അയാളെ പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. പക്ഷെ മേഡം ആരാണെന്ന് പച്ചയ്ക്ക് പറയാൻ വിഷമമുള്ളതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ക്ലൂ തരാം.
അതാണ് നീ പടക്കം. ഓ ഞാൻ എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം നീട്ടാൻ ഞാനത് ഒരാളെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ചില വീക്ക്നെസ്സുകളൊക്കെ ആകാം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.